ഹജ്ജിന് മുന്നോടിയായുള്ള അവസാന വെള്ളിയാഴ്ചയിൽ നിറഞ്ഞൊഴുകി മക്ക ഹറം. 1,00,000-ലേറെ ഇന്ത്യക്കാരുൾപ്പെടെ 14 ലക്ഷത്തോളം ഹാജിമാരാണ് ഇന്ന് ഹറമിലെത്തിയത്. പുലർച്ചെ മുതൽ ഹാജിമാരെ ഹറമിലെത്തിക്കാൻ ക്രമീകരണമുണ്ടായിരുന്നു. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ 15 മിനിറ്റിന് താഴെയായിരുന്നു ജുമുഅയും നമസ്കാരവും. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. 1,15,000 ഇന്ത്യൻ ഹാജിമാർ ഇന്ന് മക്കയിലെ ഹറമിൽ ജുമയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു. ഹറമിൽ ഇന്ന് ജുമാ നമസ്കാരവും പ്രാർത്ഥനയും 12 മിനിറ്റ് മാത്രമാണ് ഉണ്ടായത്. കനത്ത ചൂട് പരിഗണിച്ചാണ് സമയം കുറച്ചത്. ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ ഹാജിമാർ പുലർച്ചെ മുതൽ തന്നെ പള്ളിയിലേക്ക് നീങ്ങിയിരുന്നു. ജനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് അപ്പുറത്തേക്ക് ഇരുത്തുന്നുണ്ട്, മാറ്റി മുകളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അത്രയും നല്ല സെറ്റപ്പിലായിരുന്നു അവരുടെ പരിപാടികളൊക്കെ. കടുത്ത ചൂടിലും ഹാജിമാർക്ക് തണലായി വഴിയിൽ സന്നദ്ധ പ്രവർത്തകർ സേവനത്തിനിറങ്ങി. വെള്ളവും ജ്യൂസും വിതരണം നടത്തി. കടുത്ത ചൂടാണ് പരിശുദ്ധ മക്കയിൽ അനുഭവപ്പെടുന്നത്. നേരത്തെ സുബിയോടുകൂടി എത്തിച്ചെന്ന ആളുകളാണ്. അവരെ കൃത്യമായി വഴിതെറ്റാതെ ബിൽഡിങ്ങുകൾ എത്തിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായുള്ള കുടിവെള്ളവും ചെരുപ്പും മറ്റ് ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് KMCCയുടെ പ്രവർത്തകന്മാർ സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള അവസാന സംഘം ഹാജിമാർ ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നിന്ന് പുറപ്പെടും. രാത്രി 8:20-നാണ് 280 തീർത്ഥാടകരടങ്ങുന്ന സംഘം പുറപ്പെടുക. ഇതോടെ മുഴുവൻ മലയാളി ഹാജിമാരും മക്കയിലെത്തും. അവസാന ഇന്ത്യൻ സംഘം നാളെയാണ് എത്തുക. ഹജ്ജിന് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഹാജിമാർ. ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ ബിൽഡിങ്ങുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ഹജ്ജ് ഇൻസ്പെക്ടർമാർ നൽകുന്നുണ്ട്. ജുമയിലും പ്രാർത്ഥനയിലും പങ്കെടുത്ത സന്തോഷത്തിലാണ് ഹാജിമാർ. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച രാത്രിയോടെ ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. ആഴ്ചയാണ് ഹജ്ജിന് തുടക്കമാവുക. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.